അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം മനുഷ്യരാണ്. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മിൽ നിന്നും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ ഉടൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് ഫഇൻ കാനത്തിൽ മഅസിയതു ബൈനൽ അബ്ദി വബൈനല്ലാഹി തആല, ഒരു മനുഷ്യൻ്റെ തെറ്റ് അവൻ്റെയും പടച്ചവൻ്റെയും ഇടയിൽ ബന്ധിക്കുന്നതാണെങ്കിൽ, അഥവാ നിസ്കാരം ഒഴിവാക്കി നിസ്കരിക്കുന്നില്ല, റമദാനിൽ നോമനുഷ്ഠിക്കുന്നില്ല, മദ്യപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ ആ തെറ്റിന് പശ്ചാത്താപത്തിനായി മുതിരുമ്പോൾ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവൻ തൗബ ചെയ്യേണ്ടത്. ഒന്നാമത്തെ നിബന്ധന ചെയ്ത തെറ്റിൽ ഖേദിക്കുക. രണ്ടാമത്തേത് തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിഴുതുമാറുക. മൂന്നാമത്തേത് ഇനി ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിഴുതുമാറുക എന്ന് പറഞ്ഞാൽ അതേതുപോലെയാണ്, നമുക്കറിയാം ഒരു മരം, ആ മരം വേരോടെ പിഴുതു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു മരം, അതിൻ്റെ ബാക്കിയിൽ നിന്നും മരം വരികയില്ല. എന്നാൽ ഒരു മരത്തിൻ്റെ പകുതി വെച്ച് വേരവിടെ ബാക്കിയാക്കി പകുതി വെച്ച് മുറിക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും മരം വരും എന്ന് പറഞ്ഞതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പിഴുതുമാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തെറ്റിലേക്ക് പോകൽ സാഹചര്യമില്ല. അപ്പോൾ ഈ 3 നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം അവൻ പശ്ചാത്തപിക്കേണ്ടത്. എന്നാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ഫഇൻ കാനത്തിൽ മഅസിയതു തതഅല്ലഖു ബി ആദമിയ്യൻ, മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണെങ്കിൽ, അഥവാ അവൻ മറ്റൊരുത്തൻ്റെ മുതൽ അപഹരിച്ചെടുത്തു, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാധനങ്ങൾ അപഹരിച്ചെടുത്തു എങ്കിൽ തൗബ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ അപഹരിച്ചെടുത്ത മുതൽ തിരിച്ച് മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരുവൻ മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞതാണെങ്കിൽ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവനെക്കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇതിനു ശേഷമാണ് പശ്ചാത്തപിക്കേണ്ടത്. അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾക്ക് 4 നിബന്ധനകളാണുള്ളത്. അപ്പോൾ അങ്ങനെ നിബന്ധനകൾ, ഷർത്തുകൾ പാലിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചാൽ മാത്രമേ ആ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. കാരണം ഞാൻ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാറുണ്ട്, പൊറുക്കൽ തേടാറുണ്ട്. നാഥനായ റബ്ബു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഉടൻ പശ്ചാത്തപിച്ച് മടങ്ങാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.